ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് തിരക്കായിരുന്നു. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആണല്ലോ, ആഘോഷിക്കുക, എല്ലാവരും സന്തോഷിക്കുക, നല്ലതായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. വിഷ് യു ഓൾ എ വെരി ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. പിന്നെ ഈ ഗോൾഡൻ റൂൾസ് എന്ന് പറയാവുന്ന തരത്തിലുള്ള 2-3 കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നുള്ള മരണങ്ങൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പോലും വളരെ 30s ഉള്ളവരും 40 ഇയേഴ്സ് തികയുന്നതിന് മുമ്പ് ധാരാളമായിട്ട് നമുക്ക് ന്യൂസുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പേരിങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ പറയുന്നത്. എന്തായാലും നമ്മൾക്ക് നമ്മളുടെ ശരീരം ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ഒരു 25-30 ആകുമ്പോൾ തന്നെ നമ്മൾ കെയർ എടുക്കണമെന്നുള്ളതാണ്. അതിന് മുമ്പ് കെയർ വേണ്ടെന്നല്ല, അതിന് മുമ്പ് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കാനായിട്ടും അതുപോലെ തന്നെ അത്രയൊന്നും ശ്രദ്ധിക്കാനൊന്നും ആരും സമയം ചിലവാക്കാറില്ല. എന്നാൽ ഒരു 30 ഇയേഴ്സൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആരോഗ്യവും ആയുസ്സും ഒക്കെ കുറച്ച് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഡോക്ടേഴ്സും പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബി കോൺഷ്യസ് ഓഫ് ഹൗ മച്ച് യു ഈറ്റ്, വാട്ട് ടു ഈറ്റ്, വെൻ ടു ഈറ്റ്. ഈ കാര്യം പറയുമ്പോൾ തോന്നും നമുക്ക് ഒരു ബോധം ഉണ്ടായിരിക്കണം അല്ലേ? അതായത് എത്രയാണ് നമ്മൾ കഴിക്കുന്നത്, എന്താണ് കഴിക്കുന്നത്, എപ്പോഴാണ് കഴിക്കുന്നത്, ഈ 3 കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ അവോയ്ഡ് ലക്ഷറി ഓർ ഫാറ്റി ഫുഡ്സ് വെൻ യു ആർ ലോസിങ് വെയ്റ്റ്. നമുക്ക് വന്നിട്ട് ഒരു അവോയ്ഡ് ലക്ഷറി ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാറ്റി ഫുഡാണ് അധികം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മളൊരു വെയ്റ്റ് ലോസിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് പൊതുവായിട്ട് നന്നായിരിക്കണമെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ചില ഫുഡാണ്, അതായത് ഫ്രൈഡ് ഫുഡ്, അതുപോലെ ബേക്കറി സ്റ്റഫ്സ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, ഇന്ത്യൻ സ്വീറ്റ്സ്, അതുപോലെ തന്നെ ചിപ്സ്, നട്ട്സ്, ചീസ്, ക്രീം ആൻഡ് ബട്ടർ, മയോനീസ്, റെഡ് മീറ്റ് ആൻഡ് ആൽക്കഹോൾ. ഇങ്ങനെയുള്ള സംഭവമൊക്കെ നമ്മുടെ വല്ലപ്പോഴും ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് റെഗുലറായിട്ട് നമ്മുടെ ആഹാരത്തിൽ പെടുത്തുന്നത് അത്ര നല്ല കാര്യമല്ല. അത് നമുക്ക് സൈഡ് എഫക്റ്റൊക്കെ ധാരാളം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 3-മത്തെ കാര്യം പറയുന്നത്, നമ്മൾ വന്നിട്ട് ഒരിക്കലും നമ്മളെ വിശക്കുവാനായിട്ട് അനുവദിക്കാതെ, ഡു നോട്ട് ലെറ്റ് യുവർ സെൽഫ് ഫീൽ ഹംഗ്രി അറ്റ് എനി ടൈം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, വിശന്നിരിക്കേണ്ട കാര്യമില്ല. പട്ടിണി ഇരുന്ന് നമുക്ക് ഇത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അമിതമായിട്ടുള്ള ആഹാരം, അത് വന്നിട്ട് മിതമായ രീതിയിൽ ആഹാരം നമുക്ക് ശരീരത്തിന് പ്രയോജനം ചെയ്യുന്നതായ ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ സ്കിംഡ് മിൽക്ക് എന്ന് പറയുക, നമ്മൾ ഫാറ്റ് ഇല്ലാത്ത ലോ ഫാറ്റ് അങ്ങനത്തെ മിൽക്ക് രാവിലെയും വൈകുന്നേരം ഓരോ ഗ്ലാസ് കുടിക്കുന്നതുകൊണ്ട് അതിന് വലിയ പ്രയാസം, സൈഡ് എഫക്റ്റ് ഇല്ല. അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് നല്ല, അല്ലെങ്കിൽ മോര് വേണമെങ്കിലും കുടിക്കാവുന്നതാണ്. അതുപോലെ ദിവസവും നമ്മൾ മറക്കാതെ 2-3 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെയും പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ ബ്രിസ്ക് വാക്ക്, അത് വന്നിട്ട് ഒരു 20 മിനിറ്റ്സ് അല്ല 30 മിനിറ്റ്സ് ആഴ്ചയിൽ 5 ദിവസമോ 6 ദിവസമോ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വെയിറ്റ് നോക്കാറുണ്ട്. വെയിറ്റ് നോക്കുന്നത് എപ്പോഴെങ്കിലും നോക്കും, ഏതെങ്കിലും സ്ഥലത്ത് നോക്കും, അങ്ങനെ. പക്ഷെ അങ്ങനെയല്ല, റെഗുലറായിട്ട് നമ്മൾ വൺസ് ഇൻ എ വീക്കോ അല്ലെ 10 ഡേയ്സ് വൺസോ അങ്ങനെ നോക്കണം. പക്ഷേ സെയിം സ്കെയിലിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റ് വന്നിട്ട് കൂടുന്നുണ്ടോ അല്ല കുറയുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കും. തന്നെയല്ല അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒക്കേഷണലായിട്ട് നമുക്ക് ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ദിവസവും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ അല്ലെങ്കിൽ അത് സ്നാക്സായിട്ടോ ഡെസേർട്ടായിട്ടോ ആക്കി ഫ്രൂട്ട്സിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ചെയ്യുന്നത് ഫൈബറിൻ്റേതും മറ്റുള്ള വൈറ്റമിൻ സി പല ഗുണങ്ങളും ഉണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട്.
നമ്മൾ മീറ്റ് കഴിക്കില്ലെന്നല്ല പറയുന്നത്, പക്ഷേ മീറ്റ് കഴിക്കുമ്പോൾ അതിനോടൊപ്പം സാലഡ്സോ അല്ലെങ്കിൽ ഗ്രീൻ ലീവ്സ്, അതായത് ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫൈബർ അടങ്ങിയ ഫുഡും കഴിക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ദാഹിച്ചില്ലെങ്കിലും നമ്മൾ ഒരു കുറേശ്ശെ വെള്ളം സിപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞതായ 4 കാര്യങ്ങൾ, അതായത് ഒന്നാമതായിട്ട് നമ്മൾ എന്താണ് കഴിക്കുന്നത്, എപ്പോഴാണ് കഴിക്കുന്നത്, എന്താണ് എങ്ങനെ എത്ര കഴിക്കുന്നു, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അവോയ്ഡ് ലക്ഷറി ഫുഡ്. പിന്നെ വന്നിട്ട് നമ്മളുടെ വെള്ളം കുടിക്കുന്നത്. 4മതായിട്ട് നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തിന് നല്ലതായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒന്നും ഡാമേജ് ആയി പോകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് യുവാക്കളോട് പറയുകയാണെങ്കിൽ പുകവലി, ഡ്രഗ്സ്, മദ്യപാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞ് നിൽക്കണമെന്നുള്ളതാണ്. അത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അത് നമ്മളുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളയുമെന്നുള്ളതാണ്. എന്നോട് യോജിക്കുന്നവർക്ക് ആഴ്ചയിൽ എല്ലാ 5 ദിവസവും 6 ദിവസവും ഒരു 20 to 30 മിനിറ്റ്സ് നടക്കാൻ പോകാനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഒരു 100 കാലറി എങ്കിലും അത് നമുക്ക് 100 കാലറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നത്തിങ്, അത് കുറയ്ക്കണം. അതുപോലെ 100 കാലറി എന്ന് പറയുമ്പോൾ 2 സ്ലൈസ് ബ്രെഡും ഒരു 10 പീസ് പൊട്ടറ്റോ വേഫറും കഴിച്ചു കഴിഞ്ഞാൽ 100 കാലറിയായി. ബാക്കിയും പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്നാക്സ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് വന്നാൽ ഒരു പ്രയോജനമില്ല. സോ ഹാവ് എ നൈസ് ഡേ, ബി ഹാപ്പി. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബി ചിയർഫുൾ. ബൈ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.